മകരക്കൂറ്, അതായത് ഉത്രാടത്തിന്റെ 15 മുതൽ 60 നാഴിക വരെ, തിരുവോണം അവിട്ടത്തിന്റെ ആദ്യത്തെ 30 നാഴിക. ഈ നാളുകാർക്ക് 2021 എങ്ങനെയാണെന്ന് നോക്കിയാൽ വളരെ പൊതുവിൽ നല്ല ഒരു വർഷമായിരിക്കുമെങ്കിലും നിങ്ങളുടെ ഉള്ളിൽ നിങ്ങൾക്ക് എപ്പോഴും ഒരു ഭയം, എന്തിനോ അറിയില്ല, ഒരു ഭയമാണ്. എന്തെങ്കിലും ഒരു കാര്യം തുടങ്ങാൻ, മുന്നോട്ടേക്ക് പോകാൻ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ചുറ്റിനും ഉള്ളവരൊക്കെ നിങ്ങളുടെ ശത്രുക്കളാണെന്നുള്ളൊരു ചിന്തയോ, അല്ലെങ്കിൽ എനിക്ക് മറ്റുള്ളവരെ പോലെയൊക്കെ ചെയ്യണമെന്നുണ്ട് പക്ഷെ എനിക്ക് പറ്റില്ല കാരണം എൻ്റെ സാഹചര്യം എന്നുള്ള രീതിയിലൊരു ചിന്ത മനസ്സിലുണ്ടാകാനുള്ള ഒരു സാധ്യത കൂടുതലാണ്. പക്ഷെ ആ ഒരു രീതിയിലുള്ള ചിന്തയല്ല വേണ്ടത്. അതിനു പകരം നിങ്ങളുടെ സാഹചര്യങ്ങളെ അങ്ങനെ ഒരു സാഹചര്യം ഇല്ല എന്ന് തന്നെ ചിന്തിച്ച് മുന്നോട്ടേക്ക് പോവുക. അഥവാ അങ്ങനെ ഒരു സാഹചര്യം ആണെങ്കിൽ പോലും ആ സാഹചര്യത്തെ അതിജീവിച്ച് മുന്നോട്ടേക്ക് പോവുകയാണെങ്കിൽ മാത്രമേ മുന്നിലെത്താൻ പറ്റുകയുള്ളൂ എന്നുള്ളൊരു ചിന്തയിൽ മുന്നോട്ടേക്ക് പോവുക. തീർച്ചയായിട്ടും നിങ്ങൾ ഏതൊരു ഒരു പ്രതിസന്ധിക്കും അതിൻ്റേതായിട്ടുള്ള ഒരു ഉത്തരം നമ്മൾ തന്നെ ചിന്തിച്ച് ഉണ്ടാക്കാവുന്നതാണ്. നമ്മുടെ കയ്യിൽ തന്നെ അതിനുള്ള ഉത്തരവും ഉണ്ടാകും. നമ്മൾ അതിനെക്കുറിച്ച് പ്രതിസന്ധിയെക്കുറിച്ച് മാത്രമാണ് എപ്പോഴും ചിന്തിക്കുന്നത് കൊണ്ടാണ് ഇങ്ങനെ വിഷമിച്ച് ഇരിക്കാൻ മാത്രമേ പറ്റുകയുള്ളൂ. ആ പ്രതിസന്ധിക്ക് എന്താണ് ഒരു ഉത്തരം, അല്ലെങ്കിൽ അതിനെന്താണ് പ്രതിവിധി എന്ന് ചിന്തിച്ച് തുടങ്ങുമ്പോഴാണ് നമ്മൾ ശരിയായ രീതിയിൽ അതിനുള്ള ഉത്തരം കണ്ടെത്താൻ കഴിയുന്നത്. അപ്പോൾ ആ ഉത്തരം കണ്ടെത്തി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മൾക്ക് മുന്നോട്ടേക്ക് പോകാവുന്നതാണ്. അപ്പോൾ അതിനുവേണ്ടി ധൈര്യത്തോടു കൂടി തന്നെ മുന്നോട്ടേക്ക് പോകുന്നത് വളരെ നല്ലതായിരിക്കും. അനാവശ്യമായിട്ടുള്ള ദേഷ്യങ്ങളോ വാശികളോ ഒന്നും തന്നെ ഇല്ലാത്തൊരു സാഹചര്യമാണ് ഈ വർഷത്തിൽ കാണുന്നത്. പക്ഷെ അതേസമയം വേണ്ട കാര്യത്തിൽ വളരെ പക്വതയോടും, അതായത് വളരെ ധൈര്യത്തോടും കൂടി മുന്നോട്ടേക്ക് പോകുന്നു. എടുത്തുചാട്ടങ്ങളോ ദേഷ്യങ്ങളോ ഒന്നുമില്ലാതെ മുന്നോട്ടേക്ക് തന്നെ പോകേണ്ടുന്ന ഒരു സമയമാണ്. ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യം, സാഹചര്യങ്ങളുടെ സമ്മർദ്ദത്തിൽ വീണു പോകാതെ ഏതൊരു സാഹചര്യത്തിലാണെങ്കിലും നിങ്ങൾ ശ്രമിക്കുകയാണെങ്കിൽ മുന്നോട്ടേക്ക് തന്നെ പോകാൻ പറ്റുന്ന ഒരു വർഷമാണ്. അപ്പോൾ ആ ഒരു സാഹചര്യത്തെക്കുറിച്ച് ചിന്തിക്കാതെ മുന്നോട്ടേക്ക് തന്നെ നീങ്ങുക. നിങ്ങൾ കാത്തിരിക്കുന്നത് എന്താണോ അത് നിങ്ങളിലേക്ക് എത്തിച്ചേരുന്നതായിരിക്കും. അതിനു വേണ്ടിയിട്ടുള്ള ശ്രമം നിങ്ങൾ നടത്തുകയാണെങ്കിൽ തീർച്ചയായിട്ടും അതിന് നിങ്ങൾ ആഗ്രഹിച്ചിരുന്ന ഒരു മീറ്റിംഗ്, അല്ലെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുക, അല്ലെങ്കിൽ എന്തെങ്കിലും പ്രൊജക്റ്റ് ഉണ്ടോ നിങ്ങളുടെ കയ്യിൽ, അതിനുള്ള ഒരു മീറ്റിംഗ് സക്സസ്ഫുൾ ആയിട്ട് വലിയൊരു പ്രൊജക്റ്റ് ഒരു പക്ഷേ നിങ്ങളിൽ എത്താനുള്ള ഒരു സാഹചര്യം കാണുന്നുണ്ട്. അതൊരു പക്ഷേ ബിസിനസ് റിലേറ്റഡ് ആയിട്ടായിരിക്കും. വലിയ കമ്പനിയുമായിട്ട് നിങ്ങൾക്ക് ഏതെങ്കിലും ബിസിനസ്സിനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട്. അല്ലാതെ ജോലിയിലാണെങ്കിൽ വലിയൊരു ബിഗ് ഇൻ്റർനാഷണൽ കമ്പനി ആയിട്ട് നിങ്ങളുടെ കമ്പനിക്ക് ഒരു പ്രൊജക്റ്റ് കിട്ടാനും അതുവഴി നിങ്ങൾ വലിയ ലാഭത്തിലേക്ക് മുന്നോട്ടേക്ക് പോകാനുമുള്ളൊരു സാധ്യത കാണുന്നുണ്ട്. ചിലരെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ വളരെ ഫേമസ് ആകാനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട്. അത് മറ്റുള്ളവരെ നിങ്ങളെ അറിയുന്ന ഒരു സാഹചര്യം. അപ്പോൾ ഒരു പക്ഷേ ചെറിയ രീതിയിലൊക്കെ ഇപ്പോൾ മെയിൻ സ്ട്രീമിൽ അത് സിനിമയിലൊക്കെ അഭിനയിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം, സിനിമയിലൊക്കെ ചാൻസസ് ആഗ്രഹിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം ആണെങ്കിൽ പ്രശസ്തിയിലേക്ക് പോകാൻ, ആ ഒരു ലെവലിലേക്ക് വരെ എത്താനുള്ള ഒരു സാഹചര്യം, മറ്റുള്ളവരാൽ അറിയപ്പെടാനുള്ള ഒരു സാഹചര്യം കാണുന്നുണ്ട്. അതിപ്പോൾ ഈ ഒരു മെയിൻ സ്ട്രീം സിനിമയോ അല്ലെങ്കിൽ സീരിയലോ തന്നെ ആവണമെന്നില്ല. ഏതൊരു തരത്തിലും നിങ്ങളെ മറ്റുള്ളവർ നാലാൾ അറിയുന്ന തരത്തിലേക്ക് നല്ല രീതിയിൽ പ്രശസ്തരാവാനുള്ള ഒരു സാഹചര്യം നിങ്ങളുടെ ജീവിതത്തിൽ ഈ വർഷത്തിൽ കാണുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും അങ്ങനെയുള്ള രീതിയിൽ ഒക്കെ മുന്നോട്ടേക്ക് പോകണമെങ്കിൽ അതിനനുസരിച്ചുള്ള പ്രവർത്തനം, ഒരു വിഷമങ്ങളും അനാവശ്യ ചിന്തകളും മാറ്റി വെച്ചിട്ട് അതിന് പ്രവർത്തിക്കാൻ തീർച്ചയായിട്ടും തയ്യാറാവുകയെങ്കിൽ മാത്രമേ മുന്നോട്ടേക്ക് പോകാൻ പറ്റുകയുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഗണപതി ഭഗവാന്റെ ഗൈഡൻസ് എന്താണെന്ന് വെച്ചാൽ, പേഴ്സണൽ ട്രാൻസ്ഫോർമേഷനാണ് ഇവിടെ വന്നിരിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് വേണ്ടുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണോ അത് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ അതിന് ഭഗവാന്റെ അനുഗ്രഹം കൂടെ ഉണ്ടാകും. പുതിയ പുതിയ ഐഡിയാസിനും പുതിയ കാര്യങ്ങളിലേക്കുമൊക്കെയുള്ള ഇതിന് നല്ല ഒരു എൻകറേജ്മെൻറ്റ് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ നിങ്ങളുടെ ആ ഒരു ഉൾവിളി എന്തായാലും അത് മനസ്സിലാക്കി മുന്നോട്ടേക്ക് പോവുക.
ഇപ്പോൾ നിങ്ങൾ ഒരു വലിയ ഒരു ഉയർന്ന രീതിയിലേക്ക് എത്താനുള്ള ഒരു തുടക്കത്തിലാണ്. നിങ്ങൾ എന്താണോ ശരിയായ രീതിയിൽ അത് മനസ്സിലാക്കുകയും അതിനെ പ്രശംസിക്കുകയും ചെയ്യുന്ന ഒരു കൂട്ടം ആളുകളുടെ ഇടയിലേക്ക് നിങ്ങൾ എത്തിപ്പെടും എന്നുള്ള രീതിയിലാണ് പറയുന്നത്. അപ്പോൾ ജീവിതത്തിൽ ആവശ്യമുള്ള കാര്യത്തിന് മാത്രം ഫോക്കസ് ചെയ്യുക, അനാവശ്യമായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളുടെ ശ്രദ്ധ മാറ്റാണ്ട് നോക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് മകരക്കൂറുകാരെ കുറിച്ചിട്ട് പറയാനുള്ളത്. അപ്പോൾ 2021 മകരക്കൂറുകാർക്ക് ഒരു നല്ല വർഷം ആയിരിക്കട്ടെ എന്ന് ആശംസിക്കുന്നു.